ആഘോഷങ്ങളുടെ ഭാഗമായി നിർധനരായ കുടുംബങ്ങൾക്ക് സ്നേഹസമ്മാനവുമായി കവലിയൂരിൽ പ്രവർത്തിക്കുന്ന സൂര്യനാരായണ ചാരിറ്റബിൾ ട്രസ്റ്റ്. വർക്കല കവലിയൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വൻകടവ മാടൻകാവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രാങ്കണത്തിൽ വെച്ചാണ് ഓണക്കിറ്റ് വിതരണവും പ്രതിഭാ ആദരവും സംഘടിപ്പിച്ചത്. വർഷം തോറും നടത്തിവരാറുള്ള ഓണക്കിറ്റ് വിതരണത്തിന്റെ ഭാഗമായി ഇത്തവണയും പ്രദേശത്തെ നിർധനരായ 300ഓളം കുടുംബങ്ങൾക്കാണ് സൂര്യനാരായണ ചാരിറ്റബിൾ ട്രസ്റ്റ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത്. വൻകടവ മാടൻകാവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങ് ആറ്റിങ്ങൽ MLA OS അംബിക ഉദ്ഘാടനം നിർവഹിച്ചു. 1990 തുടങ്ങിയെന്നും ഇപ്പോൾ ഇതുവരെ ആകുമ്പോൾ നമ്മുടെ പ്രവർത്തനം സൂര്യനാരായണ മരിച്ചുപോയ അദ്ദേഹത്തിന്റെ പേരിൽ തുടങ്ങിയ ട്രസ്റ്റ് എന്ന് ലോകമെമ്പാടുമുള്ള അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ അത്താണിയെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ, ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നു പറയുമ്പോൾ ഏറ്റവും മഹനീയമായ ഒരു പ്രവർത്തനമാണ് ഈ ട്രസ്റ്റ് നടത്തുന്നു എന്നുള്ളത് അഭിമാനകരമായ ഒരു നിമിഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ നാടിന്ന് ഒരു 3-4 ദിവസം കൂടെ കഴിയുമ്പോൾ ഓണം ആഘോഷിക്കുന്നൊരു വേളയാണ്. ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തുടർച്ചയായി ഓണക്കിറ്റ് വിതരണം നടപ്പിലാക്കി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നാടിനെക്കുറിച്ചും നമ്മുടെ പഴയകാല കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. മണമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G. കുഞ്ഞുമോന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ട്രസ്റ്റ് പ്രസിഡന്റ് അനിൽ P. ചികിത്സാ സഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് ട്രസ്റ്റ് സെക്രട്ടറി K. സുശീല ഓണക്കിറ്റ് വിതരണം ചെയ്തു. ചടങ്ങിൽ വർക്കല ബ്ലോക്ക് പ്രസിഡന്റ് സന്തോഷ് കുമാർ S, വെട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജി S, മണമ്പൂർ സഹകരണ ബാങ്ക് സെക്രട്ടറി V. സുധീർ, മണമ്പൂർ പഞ്ചായത്ത് മെമ്പർ സോഫിയ സലീം, വാർഡ് മെമ്പർ ഷീജ വിജയൻ, മുൻ വാർഡ് മെമ്പറായ വൻകടവ് വിജയൻ എന്നിവർ സന്നിഹിതരായി. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച കവലിയൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനി അനുശ്രീയെ ചടങ്ങിൽ മണമ്പൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മാവിള വിജയൻ ആദരിച്ചു. ചിറയൻകീഴ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വക്കം അജിത് ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി. വിസ്മയ ന്യൂസ് വർക്കല.